നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ ഭീഷണിയുമായി മുഹമ്മദ് മുഹസിൻ MLA ഓഡിയോ സന്ദേശം പുറത്ത്. സംഭവം നടന്നത് ജനുവരി 20-ന്. ഓഡിയോ സന്ദേശം പുറത്തു വന്നത് നിലവിലെ സെക്രട്ടറി സ്ഥലം മാറിയതോടെ. MLA ശബ്ദ സന്ദേശം പുറത്തുവിട്ടത് താനല്ല എന്നും എങ്ങനെയാണ് പ്രചരിച്ചത് തനിക്കറിയില്ലെന്നും ഓങ്ങല്ലൂർ മുൻ പഞ്ചായത്ത് സെക്രട്ടറി. നിയമവശങ്ങൾ മാത്രമേ MLA സഹോദരിയോട് താൻ പറഞ്ഞിട്ടുള്ളൂ എന്നും സെക്രട്ടറി. MLA മനഃപൂർവ്വം തെറ്റിദ്ധരിച്ചതാവാം പ്രകോപന കാരണമെന്നും സെക്രട്ടറി. സംഘപരിവാർ കൊലവിളിക്കെതിരെ CITU മുണ്ടൂർ ഡിവിഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം. എമ്പുരാന് പൂർണ്ണ പിന്തുണയെന്നും സമ്മേളനം. സംഘപരിവാർ വാളെടുത്താൽ തങ്ങൾ പരിചയെടുക്കുമെന്നും വെല്ലുവിളി. കടമ്പൂർ മുതലപ്പാറക്കാവ് പൂരം വർണ്ണാഭം. പ്രൗഢഗംഭീരമായി വേലകളുടെ സംഗമം. മനുഷ്യസാഗരം തീർത്ത ക്ഷേത്രാങ്കണം. സഹോദരിയെ അപമാനിച്ചു എന്നാരോപിച്ച് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ. സംഭവം നടന്നത് ജനുവരി 20-ന്. സംഭാഷണത്തിന്റെ ഓഡിയോ പുറത്തു വന്നു. സെക്രട്ടറിക്കെതിരെ മോശം പരാമർശങ്ങൾ. ഓഡിയോ പുറത്തു വന്നത് സെക്രട്ടറി സ്ഥലം മാറിപ്പോയ ശേഷം. ഹലോ, ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി ആണോ? അതെ, ഞാൻ MLA ആണ് വിളിക്കുന്നത്. പറയൂ. തനിക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ കാര്യം? വീട്ടിലെ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറി? ഇല്ലല്ലോ. വളരെ മോശമായിട്ടാണല്ലോ താൻ പെരുമാറി. എന്റെ പെങ്ങൾ അവിടെ കരുതിട്ടാണല്ലോ. അല്ലല്ല, അത് അവര് ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് കിട്ടണം പറഞ്ഞപ്പോ എന്താ വെച്ചാൽ ലേറ്റ് മാരേജ് ആയതുകൊണ്ടും കല്യാണം കഴിയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയുന്നത് കേൾക്കൂ. ഒരു കാര്യം പറയുന്ന ആദ്യം കേൾക്കൂ. ഞാൻ താങ്കളെ ഒരു റെക്കമെൻഡേഷന് വിളിച്ചിട്ടില്ല. ഇല്ല. അവര് നോർമലായിട്ട് കാര്യം നടക്കുകയാണെങ്കിൽ നടന്നോട്ടെ എന്ന് കരുതി. ഓക്കെ. പക്ഷെ താങ്കൾ അവര് വന്നപ്പോ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും അവരുടെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞ് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. ഇല്ല. തനിക്ക് എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ട് എന്നോട് പ്രശ്നമുണ്ടെങ്കിൽ വീട്ടിലെ ഒരു മിനിറ്റ് കേൾക്കടോ. വീട്ടിലെ സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറാൻ അറിയില്ലെങ്കിലും അടിച്ചു മൊന്ത പൊളിക്കും. ആയിക്കോട്ടെ. നേരിട്ട് ഭയനന്തരൊക്കെ അറിയാം. അവിടെ നിയമസഭയിലായതുകൊണ്ട് ഞാൻ മോശമായിട്ട് സാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പെൺകുട്ടി അവിടെ വന്നിട്ടല്ലേ പോയത്? എന്നോട് അവളെന്നോട് പറഞ്ഞില്ല, അവിടെ വന്ന ആളുകളാ പറഞ്ഞത്. അല്ല, അവിടെ ഞാൻ മാത്രമല്ല ഉണ്ടായിരുന്നോട് വേറെ കണ്ടു നിന്നവരും കേട്ടു നിന്നവരുണ്ട്. അത് തന്നെ. അതിന്റെ നാളെ ശരിക്ക് സംസാരിക്കാൻ ഇല്ലെങ്കിൽ അത് അകത്തേക്ക് വെച്ചേക്കണം. വീട്ടിൽ വേണ്ടില്ല. ഈ വർത്താനം പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാണ്ടല്ലോ ഞങ്ങൾക്കും സംസാരിക്കാൻ വന്നിട്ട് നേരെ മോന്തക്ക് രണ്ട് തന്നിട്ടേ സംസാരിക്കുള്ളൂ. എന്റെ മാത്രമല്ല, താനും മെമ്പർമാരോട് മോശമായിട്ടാ പറഞ്ഞിട്ടുള്ളത്. ആ മുസ്തഫ മെമ്പറോട് എത്ര മോശമായിട്ടാ സംസാരിച്ചു? അവിടുത്തെ മറ്റു മെമ്പർ സ്ത്രീകൾ ആസീന മെമ്പറോട് എത്ര മോശമായിട്ടാ സംസാരിച്ചു? ഇതൊന്നും ഞാൻ അറിയുന്നില്ല എന്നല്ല. ഞാനത് ആൾക്കാരുടെ മോശമായിട്ട് സംസാരിക്കാനായിട്ട് വല്ല കരാറെടുത്ത പോലെയാണല്ലോ മെല്ലെ സംസാരിക്കുന്നത്. അത് തന്നെ മോശമായിട്ട് പലരും സംസാരിച്ചിട്ടുണ്ട്. അത് അവിടെ വീട്ടിൽ വെച്ചേക്ക്. ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണ്. അതെനിക്കറിയാം, നല്ല ബോധ്യമുണ്ട്. ഞാൻ ആരാണെന്ന് ഞാൻ എങ്ങനെ പെരുമാറിയെന്ന് നല്ല ബോധ്യമുണ്ട്. അത് മാന്യമായിട്ട് സംസാരിച്ചാൽ മതി. ആയിക്കോട്ടെ. അല്ല പിന്നെ പട്ടാമ്പി MLA ഭീഷണി ശബ്ദം പുറത്തുവിട്ടത് താനല്ലെന്നും ഇത് പ്രചരിപ്പിച്ചത് എങ്ങനെയെന്ന് തനിക്കറിയില്ലെന്നും ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് മുൻ സെക്രട്ടറി പറഞ്ഞു. 16 വർഷം മുൻപ് നടന്ന വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന്റെ നിയമവശങ്ങൾ മാത്രമാണ് താൻ MLA സഹോദരിയോട് പറഞ്ഞിട്ടുള്ളൂ എന്നും MLA മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ചതാകാം പ്രകോപന കാരണമെന്നും തന്റെ സ്ഥലം മാറ്റം വരെ ഇതിന് കാരണമാണെന്നും STVക്ക് നൽകിയ ഓഡിയോ സന്ദേശത്തിൽ മുൻ സെക്രട്ടറി പറഞ്ഞു. പുറത്തു വന്നിരിക്കുന്ന ഈ ശബ്ദരേഖയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. എന്നുവെച്ചാൽ ഞാൻ കുരുത്തക്കേടൊന്നും കാണിച്ചിട്ടില്ല. ഞാൻ ഒരു പത്രമാധ്യമങ്ങൾക്ക് ഇത് കൊടുത്തിട്ടുമില്ല. അതെങ്ങനെ പുറത്തു വന്നു എന്ന് എനിക്കറിയില്ല. ഇതിലുണ്ടായിട്ടുള്ള വിഷയം ബഹുമാനപ്പെട്ട MLA സഹോദരി ജനുവരി മാസത്തിൽ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ വിവാഹം എന്ന് പറയുന്നത് 16 വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ സംഗതിയാണ്. അപ്പോൾ അവരുടെ ആവശ്യം ഇതായിരുന്നു. ഭർത്താവ് വിദേശത്താണ്. അദ്ദേഹത്തെ ഓൺലൈനിൽ ഹിയർ ചെയ്തിട്ട് വിവാഹം രജിസ്റ്റർ ചെയ്ത് തരണം എന്നാണ് അവരുടെ ആവശ്യം. ഞാൻ പറഞ്ഞു അത് കോവിഡ് കാലത്ത് ഇറങ്ങിയ ഉത്തരവാണ്, ഇപ്പം അതിന് പ്രസക്തിയില്ല, നേരിട്ടാണ് വരേണ്ടത്. അപ്പോൾ കരച്ചിലും വീഴ്ചയിലൊക്കെ ആയി. അത് കഴിഞ്ഞിട്ട് ഒരു കുട്ടി സുഖമില്ലാത്തൊരു കുട്ടിയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി. ശരി, എന്നാൽ അത് ഓൺലൈനിൽ ഹിയർ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ട് രേഖകൾ പരിശോധിക്കുമ്പോഴാണ് മനസ്സിലായത് വിവാഹം കഴിക്കുന്ന സമയത്ത് ഇവർക്ക് 18 വയസ്സായിട്ടില്ല, 16 വയസ്സായിട്ടുള്ളൂ. ആ കേസിൽ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഭാര്യയും ഭർത്താവും സംയുക്തമായിട്ടൊരു ഡിക്ലറേഷൻ തരണം. പഞ്ചായത്തിൻ്റെ അറിവോടുകൂടി തന്നെയാണ് പോയത്. എൻ്റെ സ്വകാര്യ ആവശ്യത്തിന് പോയതല്ല. സംഘപരിവാർ കൊലവിളിക്കെതിരെ മുണ്ടൂരിൽ
CITU മുണ്ടൂർ ഡിവിഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. എമ്പുരാൻ സിനിമയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും വാളെടുത്താൽ പരിചയെടുക്കുമെന്നും സമ്മേളനം ഉദ്ഘാടനം ചെയ്ത CPIM ജില്ലാ കമ്മിറ്റി അംഗം PA ഗോകുൽദാസ് പറഞ്ഞു. എമ്പുരാൻ എന്ന സിനിമയ്ക്കും പൃഥ്വിരാജിനും ഐക്യദാർഢ്യം കൂടിയായിരുന്നു പ്രതിഷേധ സംഗമം. CPIM ജില്ലാ കമ്മിറ്റി അംഗം PA ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. RSSന്റെ മുഖമാസികയായ മുഖപത്രം ഓർഗനൈസർ 2 ദിവസമാണ് മുഖലേഖനം. രാജ്യദ്രോഹമാണിത്. ആവർത്തിച്ചു പറയാണ്, രാജ്യദ്രോഹമാണ്. സിനിമയിലെ ചില നടന്മാരുടെ പേര്, അതിലെ കഥാപാത്രങ്ങളുടെ പേരെടുത്തിട്ടാണ് പറഞ്ഞത്. ഈ കഥാപാത്രത്തിന്റെ പേരിന് മറ്റേ പേരിനോട് സാമ്യമുണ്ട്. സയ്യദ് മുർസ, സയ്യദ് ഒരു തീവ്രവാദിയാണ്, മുർസ വേറൊരു തീവ്രവാദിയാണ്. രണ്ടും കൂടിയ കൊടിയ വശമുള്ള തീവ്രവാദിയാണ്. അതുകൊണ്ട് രാജ്യദ്രോഹമാണ് സിനിമ. നിങ്ങൾ കത്രിക വെച്ചാലും അത് മൂടി വെച്ചാലും ഞങ്ങൾ തെരുവോരങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കും. വർഗീയതയെ മുക്കിലും മൂലയിലും തുറന്നു കാട്ടി ജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ചുകൊണ്ടേയിരിക്കുമെന്നും ഗോകുൽദാസ് പറഞ്ഞു. സിനിമയിൽ എത്ര തന്നെ കത്രിക വെച്ചാലും കാണേണ്ടവരെല്ലാം സിനിമ കണ്ടുകഴിഞ്ഞുവെന്നും ഇനിയും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുമെന്നും ഗോകുൽദാസ് പറഞ്ഞു. മുണ്ടൂരിൽ നടന്ന പ്രതിഷേധ സംഗമത്തിൽ സുൽഫിക്കർ അലി അധ്യക്ഷത വഹിച്ചു. VK മധു, ലോക്കൽ സെക്രട്ടറി നാരായണൻകുട്ടി, സുൽഫിക്കർ, സോണി, OC ശിവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുന്നംകുളത്ത് മാളിൽ വൻ അഗ്നിബാധ. കുന്നംകുളം തൃശൂർ റോഡിൽ പ്രവർത്തിക്കുന്ന AB മാളിൽ പ്രവർത്തിക്കുന്ന മാട്രിമോണി സ്ഥാപനത്തിലാണ് അഗ്നിബാധ ഉണ്ടായത്. രാവിലെ 8 മണിയോടെയാണ് തീപിടുത്തം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അഗ്നിരക്ഷാസേനയെ അറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് 1 മണിക്കൂറോളം പണിപ്പെട്ടാണ് തീയണച്ചത്. ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ടാവാം തീപിടുത്തത്തിന് കാരണമെന്നും പ്രാഥമിക നിഗമനം. ഷൊർണൂർ നഗരസഭയിലെ 14-ാം വാർഡിൽ നവീകരണം പൂർത്തിയാക്കിയ റോഡിന്റെ ഉദ്ഘാടനം നടന്നു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. 22 ലക്ഷം രൂപ ചെലവിലാണ് കല്ലിപ്പാടം വായനശാല റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. (2024-25) വർഷത്തെ വിവിധ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 31 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വാർഡിലെ പ്രധാനപ്പെട്ട 2 റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയത്. കല്ലിപ്പാടം വായനശാല റോഡിന്റെ 1250 മീറ്റർ ദൂരം അറ്റകുറ്റപ്പണിക്ക് 22 ലക്ഷം രൂപയും 1 മാസം മുൻപ് 400 മീറ്റർ പണി പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നു നൽകിയ ആര്യഞ്ചിറ വായനശാല റോഡിന്റെ അറ്റകുറ്റപ്പണിക്ക് 9 ലക്ഷം രൂപയുമാണ് ചെലവഴിച്ചത്. 14-ാം വാർഡിലെ ഈ കല്ലിപ്പാടത്തുള്ള റോഡ് നമ്മുടെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി 21 ലക്ഷം രൂപയുടെ പ്രവൃത്തിയാണ് പൂർത്തീകരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു വലിയ മേഖല ഗതാഗത യോഗ്യമാക്കാൻ സാധിച്ചു. നമ്മുടെ പൈപ്പ് ലൈൻ വർക്ക് നടന്നതിൻ്റെ ഭാഗമായി ഡാമേജായിട്ടുള്ള ഒരു പ്രശ്നം പൊതുവിലിവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ച് റോഡ് വീതി കൂട്ടി. വാർഡ് കൗൺസിലർ KM ലക്ഷ്മണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P സിന്ധു അധ്യക്ഷത വഹിച്ചു. കോൺട്രാക്ടർ രാമചന്ദ്രൻ, MK ശ്രീനിവാസൻ, K അശോകൻ, K പരമേശ്വരൻ നമ്പീശൻ, ചന്ദ്രിക, ചന്ദ്രശേഖരൻ, CP ഉണ്ണികൃഷ്ണൻ, A ബാലകൃഷ്ണൻ, മോഹനൻ, സജീവ്, നന്ദകുമാർ, തങ്കമണി, ജോണി, സരസ്വതി, രഘു, രാധാകൃഷ്ണൻ, പ്രസന്ന എന്നിവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കടമ്പൂർ മുതലപ്പാറക്കാവ് പൂരം വർണ്ണാഭമായി. പ്രൗഢഗംഭീരമായി വേലകളുടെ സംഗമം. മനുഷ്യസാഗരമായി ക്ഷേത്രാങ്കണവും. ഒരാഴ്ച നീണ്ടുനിന്ന ഉത്സവാഘോഷങ്ങൾക്കാണ് സമാപനമായത്. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. തുടർന്ന് നാദസ്വരം, ഉച്ചപൂജ, ദാരികാവധം പാട്ട് എന്നിവ നടന്നു. വൈകിട്ട് 5 മണിക്ക് വിവിധ ദേശപൂരങ്ങൾ ക്ഷേത്രത്തിലെത്തി. ഗജവീരന്മാരും വാദ്യമേളങ്ങളും വേലാഘോഷങ്ങൾക്ക് അകമ്പടിയായി. രാത്രിപൂരം ക്ഷേത്രത്തിൽ അണിനിരന്നതോടെ മേളം, എഴുന്നള്ളിപ്പ്, താലം ചൊരിയൽ എന്നിവയോടെ താലപ്പൊലി മഹോത്സവത്തിന് സമാപനമായി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ ഭീഷണിയുമായി മുഹമ്മദ് മുഹ്സിൻ MLA ഓഡിയോ സന്ദേശം പുറത്ത്. സംഭവം നടന്നത് ജനുവരി 20-ന്. ഓഡിയോ സന്ദേശം പുറത്തു വന്നത് നിലവിലെ സെക്രട്ടറി സ്ഥലം മാറിയതോടെ. MLA ശബ്ദ സന്ദേശം പുറത്തുവിട്ടത് താനല്ല എന്നും എങ്ങനെയാണ് പ്രചരിച്ചത് തനിക്കറിയില്ലെന്നും ഓങ്ങല്ലൂർ മുൻ പഞ്ചായത്ത് സെക്രട്ടറി. നിയമവശങ്ങൾ മാത്രമേ MLA സഹോദരിയോട് താൻ പറഞ്ഞിട്ടുള്ളൂ എന്നും സെക്രട്ടറി.
MLA മനഃപൂർവ്വം തെറ്റിദ്ധരിച്ചതാവാം പ്രകോപന കാരണമെന്നും സെക്രട്ടറി. സംഘപരിവാർ കൊലവിളിക്കെതിരെ CITU മുണ്ടൂർ ഡിവിഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം. എമ്പുരാന് പൂർണ്ണ പിന്തുണയെന്നും സമ്മേളനം. സംഘപരിവാർ വാളെടുത്താൽ തങ്ങൾ പരിചയെടുക്കുമെന്നും വെല്ലുവിളി. കടമ്പൂർ മുതലപ്പാറക്കാവ് പൂരം വർണ്ണാഭം. പ്രൗഢഗംഭീരമായി വേലകളുടെ സംഗമം. മനുഷ്യസാഗരം തീർത്ത ക്ഷേത്രാങ്കണം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.